CM എന്നെ ഏകദേശം 1:45 വിളിച്ചിട്ട് സിനിമകളാണോ എന്ന് ചോദിച്ചു. ഞാൻ അതേന്ന് പറഞ്ഞു. ഹായ്, ഗുഡ് മോർണിംഗ്. എങ്ങനെ സാധിക്കുന്നു മുഖ്യമന്ത്രി വി ഡി സതീശൻ സാറ്? എങ്ങനെ സാധിക്കുന്നു? നിങ്ങൾ മനുഷ്യനാണോ? എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതൊക്കെ സാധിക്കുന്നത്? ഞെട്ടലേറിയ നടുക്കുന്ന ഒരു വീഡിയോ ദൃശ്യം ഞാൻ വെച്ചു തരാം. അതായത് നമ്മുടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ പാവങ്ങളായ സ്ത്രീകളെ ഏകദേശം 10-12 വീട്ടമ്മമാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർ കൊടുത്ത പരാതി, അതായത് അവർക്ക് കടമുണ്ടെന്നൊക്കെ അവർ കൊടുത്ത പരാതി നോക്കിയിട്ട് അതിനെ ഞാൻ 2-3 ദിവസത്തിനുള്ളിൽ ആ പരാതിയൊക്കെ ഞാൻ നോക്കിയിട്ട് നിങ്ങൾക്ക് കടമുള്ളവരാണെങ്കിൽ ആ കടം ഞാൻ ഉടൻ തന്നെ വീട്ടിത്തരാന്നൊക്കെ പറഞ്ഞ നമ്മുടെ മുഖ്യമന്ത്രിയുടെ നടുക്കുന്ന ഞെട്ടിക്കുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തരും ആ വീഡിയോ കാണണം. മിസ്റ്റർ പിണറായി വിജയനും ആ ഒരു വീഡിയോ കാണണം. പിണറായി വിജയന് സപ്പോർട്ട് കൊടുക്കുന്നവരും ആ വീഡിയോ കാണണമെന്ന് ദയവ് ചെയ്ത് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പൊന്നു മനുഷ്യന്മാരെ, നിരവധി ഇന്നലെ മാത്രം വി ഡി സതീശൻ ചെയ്ത നല്ല പ്രവൃത്തിയെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതിനു മുമ്പ് ഒന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം. ഓക്കെ നമുക്ക് ആദ്യം റിപ്പോർട്ടർ ചാനലിന്റെ അരുൺകുമാർ കഴിഞ്ഞ ദിവസം ഒരു കള്ള വാർത്ത കൊടുത്തിരുന്നു. അത് കയ്യോടെ പിടിച്ചിട്ട് അരുൺകുമാറിനെതിരെ കേസാവും എന്നൊക്കെ പറയുമ്പോൾ അരുൺകുമാർ അത് മാറ്റി പറഞ്ഞു. അതായത് അരുൺകുമാർ കൊടുത്ത കള്ളവാർത്ത UDF സർക്കാരാണ് മിൽമ പാലിന് 4 രൂപ കൂട്ടിയത് എന്നാണ് അരുൺകുമാർ കൊടുത്ത കള്ളവാർത്ത. എന്നാൽ അത് കേസാവൂന്നറിഞ്ഞപ്പോ അരുൺകുമാർ അത് തിരുത്തി പറയുന്ന ആ ഒരു ദൃശ്യം കൂടി നിങ്ങളൊന്ന് ആദ്യം അതൊന്ന് കാണൂ. സർക്കാരല്ല കേട്ടോ വില വർദ്ധിപ്പിച്ചത്. മിൽമ പാൽ വില വർധന നാളെ മുതൽ നടപ്പായേക്കും. 1-2 ലിറ്ററിന് 4 രൂപ വർദ്ധിപ്പിച്ച് 56 രൂപയാക്കാനാണ് തീരുമാനം. വില വർധനയ്ക്കുള്ള അംഗീകാരം സർക്കാർ മാർച്ചിൽ നൽകിയിരുന്നതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിനും ശേഷം വില വർദ്ധിപ്പിക്കാനാണ് അന്ന് തീരുമാനിച്ചിരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വില വർധന ഉണ്ടായിരിക്കുന്നത്. പുതിയ സർക്കാരല്ല കേട്ടോ വില വർദ്ധിപ്പിച്ചത്. അരുൺകുമാറെ, ദൈവമെന്ന മഹാശക്തി ഉണ്ട് അരുൺകുമാറെ. അതാണ് നിന്നെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചത്. നീയൊക്കെ കഴിഞ്ഞ 10 വർഷം വി ഡി സതീശനെയും രാഹുൽ മാങ്കൂടത്തിനൊക്കെ തള്ളി പറഞ്ഞില്ലേ അരുൺകുമാറെ? ഇപ്പൊ നീ തന്നെ, അതായത് അരുൺകുമാറിന്റെ നാവ് കൊണ്ടാണ് അരുൺകുമാർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് വി ഡി സതീശന് അധികാരമേറിയിട്ട് 2 ദിവസത്തിനുള്ളിൽ പാലിന് വില കൂട്ടി, എന്ത് മനുഷ്യനാണെന്നൊക്കെ. ഇന്ന് തിരുത്തി പറയേണ്ട ഒരു അവസ്ഥ നിനക്ക് വന്നില്ല അരുൺകുമാറെ. ഇതാണ് അരുൺകുമാർ ദൈവമുണ്ട്, ദൈവമെന്ന മഹാശക്തി ഉണ്ട് എന്നുള്ളതിന്റെ ഒരു തെളിവ്. അരുൺകുമാറെ, നമുക്ക് ഒന്നൊന്നായിട്ട് ഇന്നലെ മാത്രം നമ്മുടെ വി ഡി സതീശൻ ചെയ്ത നല്ല കാര്യം ആദ്യം നിങ്ങൾ ഈ ഒരു വീഡിയോ ദൃശ്യം കാണണം. പിന്നെ ഞാൻ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞെങ്കിൽ ആരെങ്കിലും പേടിപ്പിക്കാൻ വേറെ മോനെ വിളിപ്പിക്കണ്ടെന്ന് പറഞ്ഞു. എന്റെ പേര് സരസ്വതി. ഇവിടെ ഒരു മോൻ ഇവിടെ സെക്രട്ടേറിയറ്റിൽ ഇരിക്കണ്ടെന്ന് പറഞ്ഞു. എല്ലാം പഠിപ്പിക്കാൻ വന്നു. മനസ്സിലായി? ആരെങ്കിലും പേടിപ്പിക്കാനോ വരട്ടാനോ വന്നാ പറഞ്ഞു. ഞാൻ ആ മോനോട് വിളിച്ച് പറയുന്നു പേടിപ്പിച്ചു, തിരിച്ചു പേടിപ്പിച്ചു. എടാ എന്തുണ്ടെങ്കിലും പറഞ്ഞാൽ മതി, ഇങ്ങോട്ട് നേരെ കയറി വന്നു. അടുത്ത നടുക്കുന്ന വീഡിയോ ഉണ്ട്. അതായത് 15 സ്ത്രീകൾക്ക് ഒരുമിച്ചിട്ട് പാവങ്ങളായ വീട്ടമ്മമാരെ ഒരുമിച്ച് സഹായിക്കുന്ന ആ ഒരു വീഡിയോ വെച്ച് തരാൻ നോക്കൂ. ഇവിടെ ഒരു അമ്മൂമ്മ വന്നിട്ട് വി ഡി സതീശൻ സാറിനോട് പറയുകയാണ്, സാറേ എൻ്റെ ഒരു അവസ്ഥ. അപ്പൊ ചേർത്ത് പിടിച്ചുകൊണ്ട് നോക്കൂ നിങ്ങള്, നമ്മൾ മുഖ്യമന്ത്രി ഒരു MLA അടുത്ത് ഒരു സാധാരണക്കാരനായ ഒരു അമ്മ വന്നാൽ ആട്ടി ഓടിക്കുന്നില്ലേ MLA മാർ? എന്തിനുമാണ് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പോലും അവന്മാർക്ക് വേണ്ടത് വലിയ VIP-കളെയാണ്. ഇങ്ങനെയുള്ള അമ്മമാര് പോകുമ്പോൾ ആട്ടി ഓടിക്കുകയാണ്. നോക്കൂ, നമ്മുടെ വി ഡി സതീശൻ ചേർത്ത് പിടിക്കുകയാണ്. ഇതല്ലേ മുഖ്യമന്ത്രി? ഇങ്ങനെയൊന്നും കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെ ചെയ്യുന്നില്ലേ? സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഇനി ഉമ്മൻചാണ്ടി സാറിനേക്കാളും ഒരുപക്ഷെ ഉമ്മൻചാണ്ടി സാറിനേക്കാളും ഏറ്റവും കൂടുതൽ പേര് കേൾക്കാൻ പോകുന്ന ഒരു സർക്കാരാണ് വി ഡി സതീശൻ സർക്കാർ. അതിൽ യാതൊരു തർക്കവുമില്ല. ഞെട്ടിക്കുന്ന, അതായത് ഈ ഒരു വീഡിയോ ദൃശ്യം നിങ്ങൾ ഫുള്ളായിട്ട് കാണണം. നമുക്ക് പരിഗണിക്കാം. അല്ലെങ്കിൽ എന്താണോ സംഭവിക്കുന്നത് അറിയാമോ? നമ്മളിപ്പോ തീരുമാനിക്കണം കാര്യങ്ങൾ.
ഇലക്ഷൻ അല്ലേ, യാത്രയില്ല. ഗവൺമെന്റ് അല്ലേ പറയാം, ഇലക്ഷനിലല്ല, യാത്രയോ കോഴിക്കോടാണ്, കോഴിക്കോട് പിന്നെ ഉള്ളവര് ജോലിയിലുള്ളവര് റിട്ടയർ ചെയ്തവരുടെയും പറഞ്ഞു, ജോലിയുള്ളവർ ചെയ്യുന്ന ജോലികൾ മുഴുവൻ 13 പണി എന്നോട് MLA-മാരെല്ലാവരും ചോദിച്ചു ജോലി അവർ ചെയ്യേണ്ടെന്ന് ചോദിച്ചു. പിന്നെ ഈ കാശ് ഒരുമിച്ച് കിട്ടുകയില്ലെന്ന് കിട്ടുന്ന പൈസ മറ്റേ പാല് മേടിച്ചും മറ്റേ പച്ചക്കറി മേടിച്ചും ഞാൻ മുഴുവൻ പറഞ്ഞു, എല്ലാവരും ഫെസിലിറ്റീസ് ഉള്ള കെട്ടിടങ്ങൾ വെച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയത്. അതുപോലെ ഇപ്പൊ 100 പേര് കഞ്ഞിപ്പൊടി ബ്ലോക്ക് എടുത്തു കഴിഞ്ഞാൽ 100 പേര് പെൻഷനായി. ആ 100 പേരും കെട്ടിടം വെച്ചിട്ട് ഇറങ്ങിയത്. അത് ഗവൺമെന്റിന്റെ ആസ്തിയിലേക്ക് എഴുതി പോയി. ഞങ്ങൾ കഷ്ടപ്പെട്ട അതാത് മാസം തരാനുള്ള സംവിധാനം നമുക്ക് ചെയ്യാം. അത് നോക്കാം. ആദ്യം നിങ്ങൾക്ക് കള്ള പൈസ തരാനുള്ള പരിപാടിയാണ്. അത് കഴിഞ്ഞിട്ട് സ്ഥിരമായിട്ട് നോക്കൂ, ഇത് പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല, അതായത് അമ്പല കമ്മിറ്റിയുടെ സെക്രട്ടറി അല്ല, പള്ളിയുടെ പ്രസിഡന്റ് അല്ല, ചർച്ചിന്റെ വലിയ ആളൊന്നും അല്ല. ഇതൊരു മുഖ്യമന്ത്രിയാണ് പൊന്നു മനുഷ്യന്മാരെ. ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഷോക്കാണ്. ഒരു മുഖ്യമന്ത്രി ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിനോ? ഒരു മുഖ്യമന്ത്രിയുടെ അടുത്ത് ഇങ്ങനെ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. മുഖ്യമന്ത്രി നമ്മളോട് തിരിച്ച് സംസാരിക്കുന്നുണ്ട്. ഇത് കേരളത്തിൽ തന്നെയാണ്, ഇത് VD സതീശൻ തന്നെയാണ്, ഇത് മുഖ്യമന്ത്രി തന്നെയാണ്. എന്താണല്ലേ, നമ്മൾ മലയാളികൾക്ക് ഒരു തെറ്റും പറ്റിയിട്ടില്ല പൊന്നു മനുഷ്യന്മാർ. എന്താണ്? ഓക്കെ, മറ്റൊരു വീഡിയോ ദൃശ്യം കൂടി നിങ്ങൾ കാണണം, ഞെട്ടും. മുഖ്യമന്ത്രിയെ പിന്നെ കൈകാര്യം പറ്റൂല. എല്ലാവരും തൂക്കും നമ്മൾ നേടും. ഒരു 5 മിനിറ്റ് പൊന്നാലി മൂപ്പരെ കൊണ്ട് പ്രസംഗിക്കണം. ഇങ്ങോട്ട് വരട്ടാ നേതാവേ, നേതാവേ പൊന്നാടി തൂക്കും. 5 മിനിറ്റ് ഇങ്ങനെ പ്രസംഗം കേൾക്കി സാറിന്റെ വരട്ടാ. എന്താ അല്ലേ, ഓരോ വീഡിയോസും ഒന്നിനൊന്നിന് മെച്ചപ്പെട്ടിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഷോക്കാണ് പൊന്നു മനുഷ്യന്മാരെ. ഒരു നേഴ്സിനെ അതായത് നമ്മുടെ മുഖ്യമന്ത്രി VD സതീശൻ വിളിച്ചിട്ട് സംസാരിക്കുന്ന, നടുക്കുന്ന, ഞെട്ടിക്കുന്ന മറ്റൊരു വീഡിയോ ദൃശ്യം കൂടിയുണ്ട്. നിങ്ങൾ അതും കൂടി ഒന്ന് കേൾക്കണം. ഓക്കെ, ഞാൻ അതേന്ന് പറഞ്ഞു. ഞാൻ CM എന്നെ ഏകദേശം 1:45 വിളിച്ചിട്ട് സിനിമകളാണോന്ന് ചോദിച്ചു. ഞാൻ അതേന്ന് പറഞ്ഞു. ഞാൻ CM VD സതീശൻ ആണെന്ന് പറഞ്ഞു. സന്തോഷത്തോടു കൂടിയാണ് ഞാനത് സ്വീകരിച്ചത്. എനിക്ക് അങ്ങനത്തെ സന്തോഷം അങ്ങനെ ഒരിക്കൽ പോലും നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ല. ഞാൻ ഓക്കെ സാറ് പറഞ്ഞ സിസ്റ്റർ ന്യൂസ് ഞാൻ കണ്ടിരുന്നു. സിസ്റ്റർ വളരെ നല്ലൊരു പ്രവൃത്തിയാണ് ചെയ്തതെന്നും നമ്മൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഒരു ആക്സിഡൻറ്റോ എന്തെങ്കിലും ബുദ്ധിമുട്ട് കണ്ടാൽ ആളുകൾ ഒഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യത്തിൽ സിസ്റ്റർ ചെയ്ത പ്രവൃത്തി വളരെ അഭിനന്ദനങ്ങൾ അർഹിക്കുന്നതാണെന്നും അതിൽ ഞാൻ വളരെ അഭിമാനം കൊള്ളുന്നു സാറ് പറഞ്ഞിട്ടുണ്ട്. കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. ഒരുപാട് അഭിനന്ദനങ്ങൾ. പ്രത്യേകിച്ച് ഇത് നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഒരു പാഠമായിക്കൊള്ളട്ടെ. അത് നമ്മളെല്ലാവരിലും ആ ഒരു പാഠം ഉണർത്താൻ വേണ്ടി നമുക്കിത് പ്രചോദനമായോട്ടെ. സിസ്റ്ററിന് ഒരുപാട് അഭിനന്ദനങ്ങൾ. സിസ്റ്ററിൻ്റെ കുടുംബത്തിനും സഹപ്രവർത്തകർക്കും എല്ലാം ഒരുപാട് അഭിനന്ദനങ്ങൾ അറിയിച്ചു. അത്
നമ്മൾ നമ്മുടെ ജോലി ചെയ്തു, ദൈവം അവിടെ പ്രവർത്തിച്ചു എന്നുള്ളത് പറഞ്ഞപ്പോഴേ സാറിന് അതിലും വലിയ സന്തോഷം. ശരിയാ സിസ്റ്റർ, അങ്ങനെ തന്നെ വേണം ചിന്തിക്കാൻ എന്ന് സാറിന് എനിക്ക് തന്നു. കൂടുതൽ എൻ്റെ ജീവിതത്തിലേക്ക് പ്രചോദനമാകും. ഇനിയും അങ്ങനെ ഒരു ചെയ്യാനുള്ളൊരു ടെൻഡൻസി നമുക്ക് വരും. എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകരോടും ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഒരു പ്രചോദനമാണ്. ചീഫ് മിനിസ്റ്ററുടെ നേരിട്ട് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും കിട്ടാത്തൊരു ഭാഗ്യമാണ്. എന്താ അല്ലേ, അതായത് ഒന്നിനൊന്നിനൊന്നിനും മെച്ചമല്ലേ വി.ഡി. സതീശന്. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഇത് എന്താണ്, എല്ലാ രാഷ്ട്രീയ നേതാക്കളും ആഗ്രഹിക്കുന്ന ഒരു ജനപിന്തുണയാണ് വി.ഡി. സതീശന് കിട്ടുന്നത്. അദ്ദേഹത്തിന്റെ നല്ലൊരു ഭരണം കൊണ്ടാണ്, അദ്ദേഹത്തിന്റെ നല്ലൊരു ക്യാരക്ടർ കൊണ്ടാണ്. ഇതിന് അസൂയപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല. പിണറായി വിജയൻ സർക്കാരിനോട് ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. പൊന്നു പിണറായി വിജയൻ സർക്കാരെ, 10 വർഷം കേരളം ഭരിച്ചു നിങ്ങൾ. 10 വർഷത്തിൽ ഇതുപോലുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ? വെറും 4-5 ദിവസം കൊണ്ട് വി.ഡി. സതീശന്റെ ഇഷ്ടം പോലെ വീഡിയോസാണ് പൊന്നു മനുഷ്യന്മാരെ വരുന്നത്. അതായത് ആരോ മൊബൈൽ ഫോണിലൊക്കെ ഷൂട്ട് ചെയ്തതാണ് നമ്മളിലേക്ക് കിട്ടുന്നത്. നമ്മളിലേക്ക് എത്താത്ത എത്രയോ നല്ല നല്ല കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് നമ്മളീ കാണുന്നത്? സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ചിലരൊക്കെ നിങ്ങൾ സിനിമയിലൊക്കെ കാണുന്നുണ്ടല്ലേ, മുഖ്യമന്ത്രിയൊക്കെ ആയാൽ മൈൻഡ് പോലും ചെയ്യാതെ പോകുന്ന ജാട, ഞാൻ വലിയവനല്ലേ, എന്നെന്തിന് സാധാരണക്കാർ തൊഴണം വരണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയാണ് നമ്മൾ ഈ കാണുന്നത്? സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ വല്ലാത്തൊരു ഫീലാണ് വി.ഡി. സതീശൻ സർക്കാർ എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഓക്കെ, അപ്പോൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ വരാം. ഓക്കെ, ബൈ.